കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ ടി.എൻ. പ്രതാപന് ആവേശകരമായ സ്വീകരണം ഒരുക്കി UDF പ്രവർത്തകർ. മണലൂർ നിയോജക മണ്ഡലത്തിലെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ടി.എൻ. പ്രതാപന്റെ വാഹന പര്യടനം കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ നടന്നു. കിഴക്കാളൂർ സെന്ററിൽ നിന്നാരംഭിച്ച പര്യടനത്തിന്റെ ഉദ്ഘാടനം DCC സെക്രട്ടറി വി വേണുഗോപാൽ നിർവഹിച്ചു. കിഴക്കാളൂരിൽ നിന്നും ആരംഭിച്ച് ആളൂർ സെന്റർ, കൂനമൂച്ചി, അരിയന്നൂർ, ചൊവ്വലൂർ, കണ്ടാണശ്ശേരി, നമ്പഴിക്കാട്, മറ്റം സെന്റർ എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം പര്യടനം തിരുവത്രയിൽ സമാപിച്ചു. അനൗൺസ്മെന്റ് വാഹനങ്ങൾക്ക് പിന്നാലെ അലങ്കരിച്ച വാഹനത്തിൽ സ്ഥാനാർത്ഥിയെത്തുമ്പോൾ മുദ്രാവാക്യം വിളിച്ചും പടക്കം പൊട്ടിച്ചുമാണ് പ്രവർത്തകർ വരവേറ്റത്. തുടർന്ന് സ്ഥാനാർത്ഥിക്ക് പ്രവർത്തകർ ഹൃദ്യമായ സ്വീകരണം നൽകി. വനിതാ പ്രവർത്തകരും മുതിർന്ന പാർട്ടി നേതാക്കളും ഉൾപ്പെടെയുള്ളവർ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാനെത്തിയിരുന്നു. സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം ചുരുങ്ങിയ വാക്കുകളിൽ വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടും മണ്ഡലത്തിൽ നടത്താനുദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും സ്ഥാനാർത്ഥിയുടെ ചെറുപ്രസംഗം. മെയ് 4-ന് തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനു ശേഷം MLA എന്ന നിലയിൽ വോട്ടർമാരെ കാണാനെത്തുമെന്ന അവകാശവാദത്തോടെയാണ് സ്വീകരണ കേന്ദ്രങ്ങളിലെ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. DCC സെക്രട്ടറി വി വേണുഗോപാൽ, കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റൂബി ഫ്രാൻസിസ്, കോൺഗ്രസ് ബ്ലോക്ക് നേതാക്കളായ ജെയ്സൺ ചാക്കോ, ജസ്റ്റിൻ കൂനമൂച്ചി, അപ്പു ആളൂർ, AM മൊയ്തീൻ, മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ സ്വീകരണ കേന്ദ്രങ്ങളിൽ പങ്കെടുത്തു.